ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അപ്പോ സച്ചേനെല്ലാം നേരത്തെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? പിന്നല്ലാതെ താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറ്റാരെക്കാളും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? ഇവിടെ വേറെ ആർക്കും താല്പര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. സച്ചേന്റെ നിർബന്ധം കൊണ്ട് മാത്രല്ലേ ഇപ്പൊ ഈ ചടങ്ങ് നടക്കുന്നത്. ഗർഭിണിയാണെന്നുള്ളൊരു വിചാരം ഇല്ലാതെ താൻ ഈ ഓടി നടക്കുന്നതല്ല. തനിക്കല്ലാതെ ലോകത്ത് മറ്റാർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് പുകഴ്ത്താൻ ഞാൻ എന്താ സച്ചേട്ട ചെയ്തേ? ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും എല്ലാവരും ചെയ്യുന്നത് മാത്രം ഞാനും ചെയ്തുള്ളൂ. താനേ ഒരു പ്രത്യേക ജനസ. സ്വന്തം കുടുംബത്തെയും ഭർത്താവിന്റെ കുടുംബത്തെയും ഇങ്ങനെ ചേർത്ത് നിർത്താൻ ഇന്നത്തെ കാലത്ത് ഒരാളും നിൽക്കില്ല. ഞാൻ എന്റെ കടമ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് എന്റെ ഭാര്യയുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. ജീവൻ തന്നെ പണയപ്പെടുത്തി എന്തൊക്കെ ചെയ്താലും താനതൊക്കെ കടമകളാക്കി മാറ്റിക്കളയും. ഇവിടെ ഇരിക്കേ. ഓടി ഓടി താൻ ഒരുപാട് ക്ഷീണിച്ചു. അത് സച്ചേട്ടൻ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നുന്നതാ. സന്തോഷവും സ്നേഹവും മാത്രം അനുഭവിക്കേണ്ട ഈ സമയത്ത് കഷ്ടപ്പാടും ടെൻഷനും മാത്രം താൻ അനുഭവിച്ചതല്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ പോവാതെ തന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഇവിടെ ഇരിക്കാൻ പോവാ. അയ്യടാ, എന്നിട്ട് വേണം എല്ലാവരും എന്നെ ഇനിയും കുറ്റം പറയാനായിട്ട്. അവള് ഭർത്താവിനെ പിടിച്ച് മുറിയിൽ പൂട്ടി വെച്ചിരിക്കുവാന്നു. വെറുതെ അങ്ങനെയുള്ള പേരും കൂടി എനിക്ക് സമ്പാദിച്ചു തരില്ല സച്ചേട്ടാ. തനിക്ക് വേണ്ടി മാത്രമായി കുറച്ച് ദിവസങ്ങൾ എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന തനിക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? ഒരു ഭർത്താവ് ഭാര്യ പ്രണയിക്കുന്ന ഏറ്റവും സുന്ദരമായ സമയം പ്രഗ്നൻസി ആണോ? പിന്നല്ലാതെ. നാളത്തെ ചടങ്ങൊന്ന് കഴിയട്ടെ. പ്രഗ്നൻസി പീരീഡിൽ ഒരു ഭർത്താവ് ഭാര്യ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ഈശ്വര, അപ്പൊ നാളെ മുതൽ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും? അതെ, പലതും കാണേണ്ടി വരും. വാ. സന്തോഷം കൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്നു സച്ചേട്ടാ. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പം. എന്നെക്കാളും കൂടുതൽ കുഞ്ഞിന്റെ വരവ് കാത്തിരിക്കുന്നത് സച്ചേട്ടനാണെന്ന് എനിക്കറിയാം. അത് ശരിയാ. ഞാൻ നമ്മുടെ കുഞ്ഞിന്റെ വരവ് കാത്തിരിക്കുക. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഈ ഭൂമിയിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണ്.